In the polynomial p of x equal to x square plus 4x plus k, up to what number can we take as k so that p of x can be factorized as product of two first degree polynomials? p of x equal to x plus 4x plus k എന്ന ബഹുപദത്തില് k എന്ന സംഖ്യ ഏത് സംഖ്യ വരെ എടുത്താലാണ് രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതാൻ കഴിയുക? അതായത് നമുക്കിവിടെ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട് p of x equal to x square plus 4x plus k എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ. ആ പോളിനോമിയലിന് അതിലൊരു k എന്ന് പറയുന്ന ഒരു നമ്പർ നിങ്ങൾ കണ്ടല്ലോ. ആ k എന്ന് പറയുന്ന നമ്പർ ഏത് സംഖ്യ വരെ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് അതിനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റുക എന്നാണ് ചോദ്യം. കെയുടെ വില എത്രയെന്നല്ല, k ഏത് വരെ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് പറ്റുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഡിസ്ക്രിമിനന്റ് അഥവാ ബി സ്ക്വയർ മൈനസ് 4ac കാണണം. ഓക്കെ, നമുക്ക് മൂന്ന് കണ്ടീഷൻ ഉള്ളത്. ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 അഥവാ 0നേക്കാൾ കൂടുതലാണെങ്കിൽ രണ്ട് സൊല്യൂഷൻ ഉണ്ടാവും. ഓക്കെ, ഇനി ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ അഥവാ രണ്ട് സൊല്യൂഷൻ ഉണ്ടാവും, പക്ഷെ അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ നോ റിയൽ സൊല്യൂഷൻ എന്നാണ് പറയാം. അവിടെ ഇമാജിനറി സൊല്യൂഷൻ ആണ് ഉണ്ടാവുക. അപ്പോ ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം. ഓക്കെ, ഈക്വൽ ടു 0 ആയാൽ എന്താണ്? അവിടെ നമുക്ക് ഒരു സൊല്യൂഷൻ തന്നെ രണ്ടെണ്ണമായിട്ടാണ് കിട്ടുക. അവിടെ നമുക്ക് അതിനെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. അപ്പോ ഇതിൽ ഇനി വാല്യൂ ഇട്ട് കൊടുക്കുക. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ കൂടെ എന്താ 4, പിന്നെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ കൂടെ 1, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് അത് കെ. അപ്പോ 4 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു കെ, അതില് 16 മൈനസ് 4k എന്ന് കിട്ടും. മൈനസ് 4നെ നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോവാം. അപ്പോ 16 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4k എന്ന് കിട്ടും. 16/4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. സോ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 4 അല്ലെങ്കിൽ 4നേക്കാൾ ചെറുതും ആയിരിക്കണം. 4 അല്ലെങ്കിൽ 4നേക്കാൾ ചെറുതും ആയിരിക്കണം. ഓക്കെ, ഇപ്പോ 4 ഇവിടെ 4 ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുന്ന ഭാഗമാണ് വലുതാവേണ്ടത്. അപ്പൊ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 4നേക്കാൾ എന്താവണം? ചെറുതാവണം. 4ന്റെ അവിടെയാണല്ലോ ഓപ്പൺ ആയി കിടക്കുന്നത്, 4ന്റെ അവിടെയാണല്ലോ ഓപ്പൺ ആയി കിടക്കുന്നത്. അപ്പൊ 4 ആയിരിക്കണം വലുത്, കെ 4നേക്കാൾ ചെറുതായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ജസ്റ്റ് ഒന്ന് വാല്യൂ കൊടുത്ത് നോക്കാം. എവിടെ? ബി സ്ക്വയർ മൈനസ് 4k. കെക്ക് 4 വന്നു കഴിഞ്ഞാൽ 4 ഇൻറ്റു 4 എന്തായി? 16 ആയി. അപ്പൊ 16 മൈനസ് 16 0 കിട്ടും. ഇനി കെക്ക് 4നേക്കാൾ കൂടുതൽ 5 കൊടുത്തു കഴിഞ്ഞാൽ 4 ഇൻറ്റു 5 എന്താവും? 20 ആവും. 16ന്ന് 20 പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് നമ്പർ ആയി. അപ്പൊ നടക്കുമോ? ഇല്ല. ഇനി 4നേക്കാൾ ചെറുത് കൊടുത്താൽ മതി, അപ്പൊ നടക്കും. 3 കൊടുത്തു കഴിഞ്ഞാൽ 4 ഇൻറ്റു 3 12, 16ന്ന് 12 പോയ പോസിറ്റീവ് നമ്പർ അല്ലേ? അല്ലെ? അപ്പോ ഇതില് കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 4നേക്കാൾ ചെറുതായിരിക്കണം. ഓക്കെ, 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ, അല്ലെങ്കിൽ നമുക്ക് നേരെ തിരിച്ചും പറയാം, കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, ഇങ്ങനെയും നമുക്ക് പറയാം. ഓക്കെ, കെയുടെ ഭാഗം എന്തായി കിടക്കണം? ഓപ്പൺ ആയി കിടക്കണം. ഓക്കെ ആണല്ലോ? അപ്പോ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് കെ എന്ന് പറയുന്ന പോളിനോമിയലിനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതണമെന്നുണ്ടെങ്കിൽ കെക്ക് ഏത് വില വരെ കൊടുക്കാൻ പറ്റും? ഒന്നുകിൽ 4 അല്ലെങ്കിൽ 4നേക്കാൾ ചെറുതോ ആയ വിലകൾ വേണം കൊടുക്കാൻ.